എടോ എന്ത് കണ്ടിട്ടാടോ പലിശ ഉൾപ്പെടെ താൻ കൊടുക്കാന്ന് പറയുന്നേ? ഒരു കിടപ്പാടം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക, പിന്നെങ്ങനെ? അവര് പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുമോ? കൊടുവള്ളി പറ, ഞാൻ അങ്ങനെയാണോ അവളുമായിട്ട് ജീവിക്കുന്നത്? എനിക്ക് അവളെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? എടോ ഇപ്പൊ കാര്യം നടക്കാൻ 2 വാചകം തള്ളിപ്പറ. സിറ്റുവേഷൻ ആൻസിയെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ? അതുവരെ പ്രോജക്റ്റ് നടക്കട്ടെ. എടോ പ്രോജക്റ്റ് ഓണായി കിട്ടിയ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്നേ. ഇപ്പൊ അത് നടന്നോട്ടെ. എടോ ഇത്തരം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആരാ? ആൻസി തന്നെയാണേ. അപ്പോ അവര് പറയുന്ന പോലെ ചെയ്യാതെ രക്ഷയില്ല. തൽക്കാലം പറയുന്ന ഒന്ന് അനുസരിക്ക്, മനസ്സിലാക്ക്. കൊടുവള്ളി ഞാനത് ഇതങ്ങോട്ട് പിടിക്കേ, എന്നിട്ട് ഇതുപോലെ അങ്ങ് പറയുക. അത്രേ ഉള്ളൂ, പിടിക്ക്. പറയുന്നത് മനസ്സിലാക്കാൻ എന്താ? താൻ വാ, വന്നേ. സാറേ, അനന്തൻ പറയും. ക്യാമറ റെഡിയല്ലേ? റെഡിയാണ്. അനന്തൻ തുടങ്ങിക്കോ. ഞാൻ അനന്തകൃഷ്ണൻ. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ്. അൻസിക്ക് അവൾക്ക് പല പുരുഷന്മാരുമായിട്ടും വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഉറക്കപ്പറ. അൻസിക്ക് പല പുരുഷന്മാരുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഞാനെല്ലാം ഇപ്പോൾ വീട്ടിൽ വരെ സോറി ഞാൻ ഒന്നോടെ പറ. അനന്ത പറഞ്ഞു. അനന്ത ശരി. ആൻസിക്ക് പരപുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇല്ലാത്തപ്പോഴും വീട്ടിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി ചോദിച്ചപ്പോഴാണ് പിന്നെ അവൾ എൻ്റെ ശത്രുവായി മാറിയത്. പിന്നെ അന്നവള് സർ പ്ലീസ് 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 വൺസ് മോർ കൊടു കണ്ടിന്യൂ. കുഴപ്പമൊന്നുമില്ല. അനന്തം പറയാനെന്താ? പകുതി പറഞ്ഞില്ല. എന്തായാലും പറ. ഏയ് ക്യാമറ റെഡിയല്ലേ? ഒന്നുകൂടെ അവിടെ തുടങ്ങിക്കോ അനന്ത. എൻ്റെ സ്വത്തിൽ ആയിരുന്നു അവളുടെ കണ്ണ്. അവരുടെ കുടുംബക്കാർ മുഴുവൻ എൻ്റെ സ്വത്ത് അടിച്ചു മാറ്റി അവർ സമർത്ഥമായി ലാവിഷായി ജീവിച്ചു. എൻ്റെ കരിയർ നശിപ്പിച്ചു. എൻ്റെ കുടുംബത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. എൻ്റെ ചേട്ടനുമായി ശത്രുതയിലാക്കി. ഇപ്പോൾ ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന വീഡിയോസൊക്കെ സത്യമാണ്. നിങ്ങളും അതിൻ്റെ സത്യം അറിയണം. ഇങ്ങനെ കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾക്ക് നിയമപരമായി ഒരു സംരക്ഷണം കൊടുക്കരുത്. എല്ലാവരും മനസ്സിലാക്കണം. ചാച്ചാജി ഫിലിംസിന് വേണ്ടിയിട്ട് ഒരു വലിയ പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു മൾട്ടി ലാംഗ്വേജ് ചെയ്യുന്നൊരു വലിയ പ്രോജക്റ്റാണ്. ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും പ്രോത്സാഹനമൊക്കെ ഉണ്ടാവണം. പോരെ പോരെ പോരെ. പറ. കഴിഞ്ഞോ? മാഡം കഴിഞ്ഞു മാഡം. ഞാൻ മാഡത്തിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു. അത് ഞാൻ നോക്കിയിട്ട് വിളിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവന്. ഭാര്യയ്ക്കെതിരെ സംസാരിക്കാൻ ഞങ്ങൾക്കൊന്ന് വരട്ടേണ്ടി വന്നു. എഴുതി കൊടുത്തത് തന്നെ പറയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് തന്നെയാ മാഡം ചെയ്തത്. ഓ ശരി, ഞാനൊന്ന് നോക്കട്ടെ. മാഡം ഫണ്ട് ഇന്ന് തന്നെ റിലീസ് ചെയ്യണേ. ആദ്യം ഇതൊന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ശരി മാഡം. ഓക്കെ.
പല പുരുഷന്മാരുമായിട്ടും വഴിവിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാനെല്ലാം വീട്ടിൽ വരെ അതേപ്പറ്റി ചോദിച്ചപ്പോഴാ പിന്നെ അവൾ എന്റെ ശത്രുവായി മാറിയത്. പിന്നെ കിട്ടിയോ? ആ കിട്ടി. എന്തു പറയുന്നു? ഇതാ ഇത് കേൾക്ക്. ശകല ഓളിയം വെച്ചേ ഓളിയം വയ്ക്കടി. ആ പാവം കുട്ടിയെ ചതിക്കപ്പെടുമെന്നോർത്താ രക്ഷപ്പെടുത്തിയത്. എന്റെ കുടുംബമൊക്കെ എന്നെ എതിർത്തു. പക്ഷെ എന്റെ സ്വത്തിലായിരുന്നു അവളുടെ കണ്ണ്. സൂപ്പറായിട്ടുണ്ട്. മതി, ഇത് മതി. എന്റെ കുഞ്ഞനിയൻ, അവന്റെ ജീവിതം ഒരു വഴിക്കാവും. ബാക്കിയൊക്കെ അവള് നോക്കിക്കോളും. അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ വരട്ടെ. അവനെ ഒരു തിരുത്തു കൊടുത്താ നമ്മൾ കുടുങ്ങും. ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്ന് അവനൊരു പോസ്റ്റ് വേറെ ഇട്ടാ സംഭവം തീരും, നമ്മുടെ കാശും പോവും. ഓ, അങ്ങനെയുണ്ടല്ലേ? ഉണ്ട്. അവൻ ബോംബെയിൽ ചെന്ന് ചാച്ചാജി ഫിലിംസിൽ ജോയിൻ ചെയ്യുന്നത് വരെ അവനെ നമ്മൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട. ഇത് FB-യിൽ നമുക്ക് പോസ്റ്റ് ചെയ്താലോ? മണ്ടത്തരം പറയാതെ. നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങ് പോസ്റ്റ് ചെയ്യുവോ? ഇതിനൊക്കെ വേറെ വഴികളുണ്ട്. അതിനുള്ള സമയവും എനിക്കറിയാം. അവനങ്ങ് ബോംബെയിൽ എത്തിക്കോട്ടെ. അവള് CM-ന്റെ മുമ്പിൽ പരാതിയുമായിട്ട് വരട്ടെ. അവള് CM-ന്റെ അടുത്ത് പോയോ? ഈ ആഴ്ച കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നീ എങ്ങനെ അറിഞ്ഞത്? മിനിസ്റ്റർ പറഞ്ഞാണോ അല്ലേ? ആര് പറഞ്ഞാൽ എന്താ, കാര്യങ്ങൾ അങ്ങനെയാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടി CM-ന്റെ അടുത്തെത്തിയ കാര്യങ്ങൾ കൈവിട്ടു പോവും. അതാ പറഞ്ഞത് നിങ്ങളുടെ തലയിൽ ചാണകമാണെന്ന്. നിങ്ങളെ മിണ്ടാതിരുന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങൾ വണ്ടി എടുത്തേ. ചാച്ചാജി ഫിലിംസിന് വേണ്ടിയിട്ട് ഒരു വലിയ പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോജക്റ്റ് വീണ്ടും എന്ത് രസല്ലേടാ. അവൻ വീണു, അവന്റെ കാര്യം കട്ടപ്പ. കൊച്ചപ്പാ ഇനിട്ട് ചായ കുടിക്കാം. നോക്കടാ, ഞാനത് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. അവനെ തൂക്കിയെടുത്ത് അനന്തനെ വിളിച്ചായിരുന്നോ? വിളിച്ചോണ്ടിരിക്കുക, എടുക്കുന്നില്ല. ആമി അത് കണ്ടില്ല. എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒന്നും എടുക്കാതല്ലേ ഇങ്ങോട്ട് വന്നത്? എന്ത് സാധനം? അതൊക്കെ അവനറിയാം. എല്ലാരും ഉണ്ട്. എപ്പോഴാ വരുന്നേ? വന്നട്ടെ, കുഴപ്പമില്ല. നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. സാരി എന്ത് കളറില്ല? ഒരു മിനിറ്റ്, സോറി, ആ ഗേറ്റ് ഒന്ന് തുറക്കൂ. ഈ ഗേറ്റ് തുറന്നെടുക്കും? അതല്ല, മെയിൻ ഗേറ്റ്. അതെന്തിനാ? അതാ സൈബർ ഓഫീസിലെ CI സാർ ഇല്ലേ, അദ്ദേഹം വരുന്നുണ്ട്. എന്തിന്? ഒരു കേസിന്റെ കാര്യം പറയാനായിട്ടാ, ഒന്ന് തുറക്കൂ. അതൊക്കെ അവരുടെ ഓഫീസിൽ പോയി സംസാരിച്ചപ്പോരെ, ഇവിടെ എന്തിനാ? റഷീന, ആ സാർ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നു, ഒന്ന് തുറക്കൂ. അതിനാ ചെറുക്കൻ അത് എവിടെയാണോ വെച്ചിരിക്കുന്നത്? ഡാ അൻസിലേ, റഷീന ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് നോക്കുവാ. സർ, സർ, അത് ഈ ഗേറ്റ് ഓട്ടോമാറ്റിക്കാ, അതിന്റെ റിമോട്ട് എടുക്കാനായിട്ട്. മമ്മി അത് കിട്ടിയോ? കിട്ടി. റഷീന, റിമോട്ട് കിട്ടിയോ? കിട്ടി, ഇപ്പൊ കൊണ്ടുവരാം. സർ ഒന്ന് വെയിറ്റ് ചെയ്യോ പ്ലീസ്. സാരമില്ല. റഷീന, ദാ വരുന്നു. ഇത് ഭയങ്കര സെക്യൂരിറ്റി ആണല്ലോ. ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ് പോലും ഇല്ല ഇത്രയും സെക്യൂരിറ്റി. ഇത് അനന്തന്റെ സുഹൃത്ത് അൻസാർ കൊടുവിളിയുടെ വീടാ. ഇത് അദ്ദേഹത്തിന്റെ വൈഫാ. സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളല്ലേ, എനിക്കറിയാം. സർ നമുക്ക് മേലോട്ട്. പുറത്ത് സ്ഥലമുണ്ടല്ലോ. കുഴപ്പമില്ല, കുറച്ച് കോൺഫിഡൻഷ്യൽ മാറ്റർ സംസാരിക്കാനുണ്ട്.
മുകളിൽ സൗകര്യമില്ലേ? ആ. വരൂ. സർ ഇതിലെ ഓക്കെ. സർ ഇരിക്കൂ. ഈ വാടക വീട് കിട്ടാത്ത കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണം. CM ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ആളാ. DGPയോട് ഞാൻ കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് കൂടിയാണ് പുള്ളി. ആ ഒരു പ്രിവിലേജ് കൂടി ആൻസിക്ക് കിട്ടും. ആൻസി ഇരിക്കെ. അയ്യോ വേണ്ട. ഇരിക്കും മോളെ. സാറിനെ കണ്ടാൽ അറിയാം ഈശോയാണെന്ന്. ഓ, ഇതിലിപ്പോ ആൻസി സംഭവിച്ച കാര്യങ്ങൾ ഫ്രാങ്കായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോരാ, കുറച്ചുകൂടെ ഇമോഷണൽ ആവണം. പുള്ളിക്കും പെൺമക്കളുള്ളതല്ലേ, കൊള്ളണം. ഐ മീൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയിരുന്ന ഒരു സ്ത്രീ പെട്ടെന്നൊരു അലിഗേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വരണം. വായിച്ചാ സങ്കടം വരണം, ഇല്ലയോ സാറേ? ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ആരോട്? CMനോടോ? ആ, 976 പാർട്ടി മെമ്പറാ ഞാന്. വേണ്ടാന്ന് വെച്ചതാ അധികാരം. എന്താ കാര്യം? അധികാര രാഷ്ട്രീയത്തിലോട് മോഹമില്ല. ഓ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരെ ആയാനല്ലേ? കറക്റ്റ്. ഇതാരാ? ഞാൻ കൊച്ചാപ്പനാ സാറേ. ആണോ? ആ, കൊച്ചപ്പനാണോ? അതെ. കൊച്ചപ്പൻ മിണ്ടാതിരുന്നോണം, ഇവിടെ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ. മിണ്ടാതിരുന്നോളാം. ഒരു കൊച്ചാപ്പൻ. കൊച്ചാപ്പ മിണ്ടല്ലേ. ഓ, ആൻസി, വൺ മോർ തിങ്. പ്രതികളെ കുറിച്ച് അങ്ങും ഇങ്ങും തൊടാതെയാണ് ആൻസി ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് വേണ്ട. അന്ന് എന്നോട് പറഞ്ഞില്ലേ, അതുപോലെ ഓപ്പൺ ആക്ക്. വെറും സംശയമല്ലേ, പ്രോബ്ലം ഒന്നുമില്ല. അവരാണ് ഇതിന് പിന്നിലെന്ന് എനിക്കൊരു ഡൗട്ടും ഇല്ല. അതിനുള്ള കോൺക്രീറ്റ് തെളിവാണല്ലോ എന്റെ ട്രാൻസ്ഫർ. സാർ അതിനിടയ്ക്ക് ട്രാൻസ്ഫർ ആയോ? സാറേ, എന്റെ ഹെൽപ്പും എല്ലാം വേണോ? കൊച്ചാപ്പ വേണ്ട. ഒന്ന് മിണ്ടായിരിക്കോ? ഓ, ക്ഷമിക്കണം സർ. പിന്നെ ഈ ഹിമ കളക്ഷൻസിലെ ഋഷി, പല്ലവി, ആദിത്യകൃഷ്ണൻ ഇവരെയൊക്കെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ കൺവിൻസ്ഡ് ആണ്. പക്ഷേ ഒരു ഓപ്പൺ റൈവലറിക്കുള്ള സ്പേസ് കിടപ്പുണ്ട്. പക്ഷേ അതിൻ്റെ റൂട്ട് ലെവലിൽ ഞാൻ കുറച്ചുകൂടെ ഡീപ്പായി പോയപ്പോൾ ഒരു പേഴ്സണൽ വിഷയം. പേഴ്സണലാണ് സാറേ. ആൻസിമോളെ, ഈ ഫാഷൻ ഷോയും ഡിസൈനിങ്ങും ഒക്കെ പറഞ്ഞ് നടന്നപ്പോഴേ ഇവരെല്ലാം കൂടെ വന്നാൽ കൂടിയില്ലയോ? ഈ പെണ്ണുങ്ങൾക്കെല്ലാം അസൂയ സാറേ. പേര് വന്നാ പിന്നെ പേരുദോഷം കൂടെ അങ്ങ് വരും. കൊച്ചപ്പ നിർത്ത്, മിണ്ടാതിരിക്കേ. ഓ, സർ സോറി. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് തന്നിരിക്കുന്ന ഈ ഡ്രാഫ്റ്റില് അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കതറിയണം. 1999 ആൻസിയുടെ ലൈഫിൽ ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. പറയാൻ ബുദ്ധിമുട്ടാവുമെന്നറിയാം, പക്ഷേ പറയണം. എന്റെ അന്വേഷണത്തിന് അത് ആവശ്യമാണ്. സത്യമാണ് സർ. ഹിമ കളക്ഷൻസിലെ ജോലിക്കിടയിലുണ്ടായ ഈഗോയോ വഴക്കമൊന്നുമല്ല. സർ എത്തിച്ചേർന്നിരിക്കുന്നത് ശരിയായ സ്പേസിൽ തന്നെയാ. എനിക്കതൊന്നും ഓർക്കാൻ കൂടി ഇഷ്ടമല്ല സത്യമായിട്ടും. പക്ഷേ എനിക്കത് സാറിനോട് പറയാനായിട്ട് വിഷമമില്ല. കാരണം ഞാൻ അന്നും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് സാറിൻ്റെ അടുത്ത് പറഞ്ഞാലെന്താ? കമോൺ പറയേ. അതൊക്കെ ഇപ്പൊ എന്തിനാ സാറേ പറയുന്നേ? കള്ളുകൂടിയൊക്കെ ഞാൻ അന്നേ നിർത്തിയതാ. മോളോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ട വേണ്ടാന്ന്. 2 ലക്ഷം രൂപ കൊണ്ട് അപ്പന്റെ മുമ്പിലോട്ട് വെച്ചപ്പോ കണ്ണങ്ങ് തള്ളിപ്പോയില്ലയോ? 12 ബേബി ഇല്ലയോ സാറേ? സാറിനറിയായിരിക്കും, സിനിമയിലൊരു വലിയ കൊമ്പനാ. പക്ഷെ പിള്ളേരെ പിടുത്തക്കാരനാ. ഹോ, ഇവളെ ഇവിടെ അനിയത്തെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. ഞാൻ ഇടങ്കോലിട്ടതുകൊണ്ട് ഒന്നും നടന്നില്ല. കൊച്ചപ്പ, അന്നത്തെ CI സാർ ഒരു അസീസ്, അയാൾ ആ മോളെ ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഈ പോലീസുകാരെല്ലാം കള്ളന്മാരാ, കൈക്കൂലിക്കാര്. തിന്നും കുടിച്ചു കിടക്കുമല്ലയോ? മാറിക്കിടാ അങ്ങോട്ട്. കുറെ നേരമായി വളവള സംസാരിക്കുക. ബ്ലഡി യൂസ്ലെസ്. മാറിക്കിടാ അങ്ങോട്ട്. അടയ്ക്കാ കഥവ്. മാറിക്കിടാ അങ്ങോട്ട്. ഇതുപോലത്തെ സാധനങ്ങൾ കുടുംബത്തിൽ വേറെ ഉണ്ടോ? സർ സോറി സർ. ഇറ്റ്സ് ഓക്കെ. അനുസരിക്കും. ആ പറ ബാക്കിയോടെ കേട്ടെ. ഒരു സിനിമ നടി ആവണമെന്നൊക്കെ
എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സാർ. പക്ഷെ ആ പന്തളം ബേബി എന്ന് പറഞ്ഞ ആള് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയി അഡ്വാൻസ് വെച്ചതൊക്കെ അതൊക്കെ ഒരു ചതിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ ഗേറ്റ് എന്തിനാ തുറന്നിട്ടിരിക്കുന്നേ? അതങ്ങ് അടച്ചേര്. ഓ, ഇക്ക എങ്ങോട്ട് പോയി? അസോസിയേഷന്റെ ഓഫീസിൽ എന്തോ മീറ്റിംഗ്. ഒരുപാട് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. വിരുന്നുകാരോ? നിങ്ങളുടെ ബന്ധുക്കാരെന്ന് പറഞ്ഞ ആരാണ്ടൊക്കെ ഉണ്ട്. വേറെ വീടൊന്നും കിട്ടിയില്ല നിക്ക പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. മിനിഞ്ഞാന്നിറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഈ ടൗണ് മുഴുവനും കറങ്ങി. അവസാനം കല്യാണ വീട്ടിലും പോയി. അവിടെയും അറിയത്തില്ല ഒരു തരത്തിൽ. വാടക കൊടുക്കാതെ നിൽക്കുന്ന വീടാ. ഇവിടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ വരുന്നത് എല്ലാവർക്കും സന്തോഷമാ, ആൻസിക്കും സന്തോഷമാ. പക്ഷേ സമാധാനം കെടുത്താൻ ഒരുത്തൻ മോളി വന്നിട്ടുണ്ട്. ആരത്? പോലീസുകാരൻ. ആൻസിയെ DGPയുടെ മുഖ്യമന്ത്രിയുടെ മുന്നെ കൊണ്ട് തുഴിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുക. കാശ് പിടുങ്ങാനാ. മോനൊന്ന് പറഞ്ഞൊതുക്കിയേരെ, വളർത്തണ്ട കേട്ടോ. ആ മോൻ ചെല്ലേ. മക്കളെ, ഇന്ന് എത്ര എണ്ണം അടിച്ചു? വണ്ടിയിലെങ്ങാട് ഇരിപ്പുണ്ടോ കൊച്ചപ്പനോട് ഇച്ചിരി തരാൻ? അനന്തു സാറ് ഡ്രാഫ്റ്റുമായിട്ട് വന്നതാ. സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയതല്ലേ, അതോ അഡീഷണൽ ഡ്യൂട്ടി വല്ലതും തന്നോ? ആ മിസ്റ്റർ അനന്തൻ, നന്മ ചെയ്യുന്നതിന് ഒഫീഷ്യൽ അധികാരമൊന്നും വേണമെന്നില്ല. ഒരു നല്ല മനസ്സുണ്ടായാൽ മതി. നിങ്ങളുടെ മിസ്സസിൻ്റേത് ശരിയായ നീക്കമാണ്. ഡിപ്പാർട്ട്മെന്റിൽ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരില്ല. ഉള്ള സപ്പോർട്ട് മുടക്കാൻ മോളിൽ നിന്ന് ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോ DGPയോ കാണാൻ വഴി നോക്കുന്നത്. അപ്പോൾ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോ? ആനന്ദു, രണ്ടുപേർക്കും കൊടുക്കാനുള്ള ഡ്രാഫ്റ്റുമായിട്ട് വന്നേ. സാറേ, ഈ മുഖ്യമന്ത്രിക്കൊക്കെ ഈ വക ചീള് കേസ് അന്വേഷിക്കാനുള്ള സമയമുണ്ടോ? അതോ ചെന്ന് കയറി സ്വയം മാനം കിടണോ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള ഡേറ്റും ടൈമും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യേണ്ട ആൾക്കാരുടെയും. ഇനിയല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ഡ്യൂട്ടിയാ. നിങ്ങളുടെ പരിശ്രമം പോലിരിക്കും നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. നല്ല റിസൾട്ട് ഉണ്ടാവാ. പുറത്ത് ചിലർ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ആ അതറിയാവുന്നതുകൊണ്ടാ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറഞ്ഞത്. അൻസി, കറക്റ്റ് ചെയ്ത കോപ്പി എന്റെ മെയിലിലിട്. ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിനും ആൻസർ ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ അനന്ത, വരട്ടെ. സാറേ, സാറിന്റെ ഫീസ് എന്താ തരേണ്ടത്? മിസ്റ്റർ അനന്തൻ, ഞാനിത് ഫീസ് വാങ്ങിക്കാനല്ല, പോലീസിന്റെ ഒരു സർവീസാ. അതിന് ഫീസില്ല. അതിനുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ട്. പോട്ടെ. അതെ, ഒന്നീ വന്നേ. മുഖ്യമന്ത്രിയായിട്ടൊക്കെ വളരെ സ്വാധീനമുള്ള ആളല്ലേ. അപ്പൊ മോളെ ഒന്നങ്ങ് സഹായിച്ചൂടെ? അതെ, സാർ ഇടപെട്ടതുകൊണ്ടാ, അല്ലേ ഞാനങ്ങ് ചെയ്തേനി. ഇനിയിപ്പോ DGPയുടെ അടുത്തും CMന്റെ അടുത്തും കൊണ്ടുനടക്കാൻ ആളായല്ലോ. അനന്തു എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ പകലും തുടങ്ങിയല്ലേ? മനസ്സിന് സന്തോഷം നിറഞ്ഞ ആഘോഷത്തിന് സമയമില്ല, പരിധിയില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം വല്ലതും കഴിച്ചോ? വയറ് നിറഞ്ഞിരിക്കുക. ഫാനൊന്ന് കൂട്ടിയിട്. കൊച്ചാപ്പം വന്നല്ലോ.
ഇനി കാര്യങ്ങളൊരു വഴി എത്തിക്കാൻ കൊച്ചാപ്പം മതി. അനന്തു ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. കൊടുവള്ളിയുടെ ഭാര്യ തന്ന സമയം കഴിഞ്ഞു. അയാള് വീടന്വേഷിച്ച് കിടക്കുക. ആര് തരാൻ? ആരും തരില്ല. ആരും തരില്ല. അതുകൊണ്ട് പിള്ളേരെയും വിളിച്ചോണ്ട് അങ്ങാടിക്കിലേക്ക് പോയിക്കോ. അവരിനി അടുത്ത വർഷം പഠിച്ചാൽ മതി. ആ, ബോംബെക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. ചൊവ്വാഴ്ച പോണം. ആ ഇത് നേരത്തെ സ്കൂൾ കിട്ടോ? ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. വാ. ഇന്ന് പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. പ്രിൻസിപ്പൾ ചോദിച്ചു നമ്മളെ രണ്ടുപേരും പേരൻസ് എന്താ വരാത്തേന്ന്. അച്ഛനെങ്കിലും വരായിരുന്നു. അച്ഛൻ വന്നോളൂ. പിന്നെ ഒരു ദിവസം അച്ഛൻ വന്നോളൂ. നിങ്ങൾക്ക് രണ്ടാൾക്കും കഴിക്കാനുള്ള എടുത്ത് വെക്കാം. ചായയും ചൂടാക്കി വെക്കാം കേട്ടോ. മക്കളെ, മക്കളെ, മക്കള് വാ. അച്ഛ ഉറങ്ങിയില്ലേ? അച്ഛൻ എന്താ സ്കൂളിൽ വരാത്തെ? എല്ലാ കുട്ടികളുടെ പേരൻസ് ഉണ്ടായിരുന്നു. സാരമില്ല മക്കളെ, ആദ്യം നമുക്ക് കിടന്നുറങ്ങാനുള്ള കിടപ്പാടം ഉണ്ടാവട്ടെ. അതുവരെ ക്ഷമിക്ക്. ചെല്ല്. മതി മതി, നിങ്ങക്ക് വിശക്കുന്നില്ലേ? ഇന്നെന്താ അമ്മേ സ്നാക്ക്? ആ ഭയങ്കര ടേസ്റ്റിയാ. ആമി വാ, വന്നേ വാ.